1824 സ്പെയിനിലെ ഓണിലി. അവിടുത്തെ വിശുദ്ധ ജെയിംസിൻ്റെ ദേവാലയത്തിലെ അൾത്താരബാലനാണ് നിക്കോളോസ് ബെർണവ. അവൻ ഒരിക്കൽ അവിടെ നിന്ന് തിരുവോസ്തികൾ അടങ്ങിയ കുസ്തോതി മോഷ്ടിക്കുകയുണ്ടായി. അതോടൊപ്പം മറ്റു തിരുവോസ്തികളും മോഷ്ടിച്ചു. ആ വസ്തുക്കൾ വിൽക്കാൻ ഒരു കച്ചവടക്കാരൻ്റെ അടുക്കൽ അവൻ ചെന്നു. അയാൾ ഈ വിവരം അധികാരികളെ അറിയിച്ചു. നിക്കോളോസ് ബെർണവാനെ പോലീസ് അറസ്റ്റ് ചെയ്തു. എന്നാൽ എവിടെയാണ് തിരുവോസ്തികൾ ഒളിപ്പിച്ചതെന്ന് അവൻ പറഞ്ഞില്ല. വിശ്വാസികളും അധികാരികളും എല്ലായിടത്തും അന്വേഷിച്ചെങ്കിലും തിരുവോസ്തികൾ കണ്ടുകിട്ടിയില്ല. എന്നാൽ മാസങ്ങൾക്ക് ശേഷം ട്രിബി എന്ന സ്ഥലത്തെ വഴിയരികിൽ നിന്ന് ട്രീസ കർബോനിൽ എന്ന സ്ത്രീക്ക് ഈ തിരുവോസ്തികൾ ലഭിക്കുകയുണ്ടായി. ഉടൻ തന്നെ പരിശുദ്ധ കുർബാന സെന്റ് ജെയിംസ് ദേവാലയത്തിലേക്ക് കൊണ്ടുപോയി. ഈ അത്ഭുത തിരുവോസ്തികൾ പ്രത്യേക പേടകത്തിലാക്കി സഭാധികാരികൾ സൂക്ഷിച്ചു. 110 വർഷങ്ങൾക്ക് ശേഷം 1943 നവംബർ 23 വാലൻസിയയിലെ മെത്രോപ്പൊലീത്തായുടെ പ്രതിനിധി ഡോൺ ഗുയിലാർമോ ഈ അത്ഭുത തിരുവോസ്തികൾ പരിശോധിച്ച് ഇതൊരു ദിവ്യകാരുണ്യ അത്ഭുതമായി പ്രഖ്യാപിച്ചു. ഈ അത്ഭുത തിരുവോസ്തികൾ ഇന്നും കേടുകൂടാതിരിക്കുന്നു. ദിവ്യകാരുണ്യ അത്ഭുതങ്ങളിലൂടെ ഞങ്ങളുടെ വിശ്വാസത്തെ ആഴപ്പെടുത്തുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, തിരുവോസ്തിയിൽ അങ്ങേ കാണാനുള്ള വിശ്വാസം ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.